നമസ്കാരം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും ഔദ്യോഗികമായിട്ടും ചുമതലകൾ വർദ്ധിക്കുവാനിടയുണ്ട്. ഒരുപക്ഷെ പല ദിവസങ്ങളിലും അഹോരാത്രം അഥവാ രാത്രി കാലങ്ങളിലും കൂടിയും പ്രവർത്തിച്ച് മാത്രമേ ഏറ്റെടുത്ത ദൗത്യം ഏറെക്കുറെ പൂർത്തീകരിക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരുകയുള്ളൂ. സന്ധി സംഭാഷണത്തിൽ പരാജയമുണ്ടാവാതെ സൂക്ഷിക്കണം. ഏതൊരു കാര്യങ്ങൾക്കും ആത്മനിയന്ത്രണം നിർബന്ധമായും വേണ്ടതാണ്. വാഹന ഉപയോഗം, പണം കൈകാര്യം ചെയ്യുക തുടങ്ങിയവയിലൊക്കെ തന്നെ അബദ്ധങ്ങളുണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ്. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും അനിഷ്ടഫലങ്ങൾക്ക് വഴിയൊരുക്കും. ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു പക്ഷേ സ്വയം പര്യാപ്തത ആർജിക്കുന്നത് ഗുണകരമായി തീരും. ഗതാഗത നിയമം തെറ്റിക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. വ്യാപാരത്തിൽ മാന്ദ്യം അനുഭവപ്പെടുവാനിടയുണ്ട്. സഹപ്രവർത്തകരുടെയോ മേലധികാരികളുടെയോ ജോലി കൂടി ചെയ്തു തീർക്കേണ്ടതായ സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നത് വഴി ആരാധനാലയ ദർശനം ഈ ആഴ്ചയിൽ നടത്തുവാൻ ഉദ്ദേശിക്കുന്നത് മാറ്റിവെക്കുവാനിടയുണ്ട്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും. വിദേശയാത്ര സഫലമാകുമെങ്കിലും ഉദ്യോഗ അനുമതിയോടുകൂടിയതായിട്ടുള്ള വിദേശയാത്രയായിരിക്കും ഗുണകരമായി തീരുക എന്ന് പറയുന്നു. വാഹനം മാറ്റി വാങ്ങുവാനുള്ള തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനിടയുണ്ട്. ഉഷ്ണ നാഡീരോഗ പീഡകൾക്ക് ഒരു പക്ഷേ ചെറിയ തോതിൽ ശസ്ത്രക്രിയ വേണ്ടി വരുവാനിടയുണ്ട്. ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായ കാര്യങ്ങൾ സ്വന്തം നിലയിൽ അബദ്ധവും അനിഷ്ടങ്ങളും ഉണ്ടായിത്തീരുമെങ്കിലും മറ്റുള്ളവർക്ക് അത് ഉപകാരപ്രദമായി തീരുന്നത് വഴി ആശ്വാസത്തിനും യോഗം കാണുന്നു. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങളാണ് പറഞ്ഞത്.